നമസ്കാരം. 8ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ രണ്ടാമത്തെ യൂണിറ്റായ ആയുരാരോഗ്യ സൗഖ്യം എന്ന യൂണിറ്റിലെ രണ്ടാം പാഠം ഒപ്പം ഇടിക്കുന്നത് എന്ന പാഠമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മുടെ ഈ യൂണിറ്റ് തന്നെ എന്താണ്? ആയുരാരോഗ്യ സൗഖ്യം അല്ലേ? എന്തായിരുന്നു ഈ യൂണിറ്റിനകത്ത് പറയുന്നത്? ആരോഗ്യകരമായ ജീവിത ശൈലിയെയാണ് ശരിയായ ജീവിതാവസ്ഥയ്ക്ക് അത്യന്താപേക്ഷിതം അല്ലേ എന്നൊരു ആശയമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഈ ഒരു യൂണിറ്റിനകത്ത് നിന്നും പറയുന്നത്. അപ്പോൾ ആദ്യ പാഠമായിട്ടുള്ള പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ പ്രത്യാശയുടെ കിരണങ്ങൾ എന്ന പാഠം നമ്മൾ എന്ത് ചെയ്തു, ഇതിനോടകം ചർച്ച ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പറയാനായിട്ട് പോകുന്നത് ഏത് പാഠാണ്? നമ്മുടെ ഒപ്പമിടിക്കുന്നത്, മലയാളത്തിലെ പ്രസിദ്ധ കവിയായിട്ടുള്ള അയ്യപ്പ പണിക്കർ എഴുതിയിട്ടുള്ള ഒപ്പമിടിക്കുന്നത് എന്ന പാഠഭാഗമാണ് നമുക്കിനി ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് പ്രവേശിക്കാം. ഓക്കെ, നമുക്ക് പാഠഭാഗം പറയുന്നതിന് മുന്നോടിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അയ്യപ്പ പണിക്കരെ കുറിച്ചൊന്ന് പരിചയപ്പെടാം. ഓക്കെ, മലയാള കവിയും സാഹിത്യ സൈദ്ധാന്തികനുമായിരുന്നു ഡോക്ടർ കെ അയ്യപ്പ പണിക്കർ. ആധുനികതയെ മലയാള സാഹിത്യ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തയാൾ എന്ന നിലയിലാണ് അയ്യപ്പ പണിക്കർ അറിയപ്പെടുന്നത്. അപ്പൊ അയ്യപ്പ പണിക്കർ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ആധുനികതയെ മലയാള സാഹിത്യ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്ത ആൾ എന്ന നിലയിലാണ് ഈ പറയുന്ന അയ്യപ്പ പണിക്കര് അറിയപ്പെടുന്നത്. പ്രഗത്ഭനായ അധ്യാപകൻ, വിമർശകൻ, ഭാഷാ പണ്ഡിതൻ എന്നീ നിലകളിലും ശ്രദ്ധേയനായിരുന്നു. അപ്പോ അയ്യപ്പ പണിക്കര് ഏതൊക്കെ രീതിയിലാണ് ശ്രദ്ധേയനായിട്ടുള്ളത്? അധ്യാപകൻ, വിമർശകൻ, ഭാഷാ പണ്ഡിതൻ അല്ലെ എന്നീ നിലകളിലൊക്കെ ഈ പറയുന്ന അയ്യപ്പ പണിക്കര് പ്രസിദ്ധനായിരുന്നു. നാടകം, ചിത്രരചന, സിനിമ തുടങ്ങിയ മാധ്യമങ്ങളിലും സാന്നിധ്യം അറിയിച്ചിരുന്നു. അപ്പോൾ അയ്യപ്പ പണിക്കർ എന്ത് മാത്രമല്ല, കവിത മാത്രമല്ല എഴുതിയിട്ടുള്ളത്. എന്തൊക്കെ എഴുതിയത്? നാടകം, ചിത്രരചന അല്ലെ, സിനിമ തുടങ്ങിയിട്ടുള്ള മേഖലകളിലൊക്കെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? അദ്ദേഹത്തിന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. പിന്നെയോ 1930 സെപ്റ്റംബർ 12 ആലപ്പുഴ ജില്ലയിലാണ് ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്? ജനിക്കുന്നത്. ഓക്കെ, അപ്പൊ എവിടെയാ ജനിക്കുന്നത്? ആലപ്പുഴ ജില്ലയിൽ. ഇനി അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസത്തെ കുറിച്ചാണ് പറയുന്നത്. എന്താണ്? അമേരിക്കയിൽ ഇൻഡ്യോന സർവകലാശാലയിൽ നിന്ന് MA-യും PhD-യും ബിരുദങ്ങൾ നേടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അദ്ദേഹം എവിടെയാണ് MA-യും PhD ഒക്കെ ചെയ്തത്? അമേരിക്കയിലാണ് അല്ലേ? അമേരിക്കയിൽ ഇൻഡ്യോന സർവകലാശാലയിൽ നിന്നാണ് അദ്ദേഹം MA അതുപോലെ തന്നെ PhD ഒക്കെ കരസ്ഥമാക്കിയത്. പിന്നെ അദ്ദേഹം എന്ത് ചെയ്തു? കേരള സർവകലാശാലയുടെ ഇംഗ്ലീഷ് വിഭാഗം മേധാവിയായും പ്രവർത്തിച്ചു. നമ്മുടെ കേരള സർവകലാശാലയിൽ ഇംഗ്ലീഷ് വിഭാഗത്തിലുള്ള മേധാവിയായിട്ടും ഈ പറയുന്ന അയ്യപ്പ പണിക്കർ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രവർത്തിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അയ്യപ്പ പണിക്കരുടെ പ്രധാന കൃതികളൊക്കെ ഒന്ന് നോക്കാം. ആദ്യ കൃതി ഏതാണ്? കുരുക്ഷേത്രം. നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അല്ലേ? അയ്യപ്പ പണിക്കരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു രചനയാണ് ഈ പറയുന്ന കുരുക്ഷേത്രം. പിന്നെ എന്താ? ഗോപികാ ദണ്ഡകം, മൃത്യുപൂജ എന്നിവയൊക്കെ പ്രധാന കൃതികളാണ്. അതുപോലെ പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ എന്നീ കൃതികളും ഈ പറയുന്ന അയ്യപ്പ പണിക്കരുടെ കൃതികളാണ്. ഇദ്ദേഹത്തിന് പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഏതൊക്കെ തരത്തിലുള്ള പുരസ്കാരങ്ങളാണെന്ന് അറിയോ? കേരള സാഹിത്യ അക്കാദമി അവാർഡ്. ഓക്കെ, നമ്മള് കുറെ കവികൾക്കും അല്ലെ സാഹിത്യകാരന്മാർക്കൊക്കെ കേട്ട് പരിചയമുള്ളൊരു പുരസ്കാരമാണ് ഈ പറയുന്നത് എന്ത്? കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അതുപോലെയോ ഉള്ളൂർ അവാർഡ്. ഏതാണ്? ഉള്ളൂർ അവാർഡ്. അതുപോലെ ആശാൻ പ്രൈസ്. ഉള്ളൂർ അവാർഡ്, ആശാൻ പ്രൈസും എന്നിങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ നേടി. അപ്പോൾ ഇവിടെ കൊണ്ട് കഴിയുന്നില്ല. എന്തൊക്കെ നേടിയിട്ടുണ്ട്? ഇതിനേക്കാളും ഒരുപാട് പുരസ്കാരങ്ങൾ അദ്ദേഹം നേടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ അദ്ദേഹം അന്തരിച്ചു അല്ലെ? എന്നാണ് അന്തരിച്ചത്? 2006 അല്ലെ? അപ്പോൾ 2006 ഓഗസ്റ്റ് 23 ഈ പറയുന്ന അയ്യപ്പ പണിക്കര് എന്ത് ചെയ്യുന്നത്? മരണപ്പെടുന്നത്. അപ്പൊ നമ്മള് അയ്യപ്പ പണിക്കരെ കുറിച്ചാണ് ഇത്രയും പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? പാഠഭാഗത്തിലേക്ക് പ്രവേശിക്കാം.
അപ്പൊ നമ്മളുടെ പാഠഭാഗമാണ് ഇത് ഒപ്പമിടിക്കുന്നത്. എന്താണ് ഈ പാഠഭാഗത്തിലെ സന്ദർഭം എന്ന് പറയുന്നത്? ആ എന്താണ് കവി തൻ്റെ ഹൃദയത്തോട് നേരിട്ടിട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ് അല്ലേ. തൻ്റെ ഉറ്റ സുഹൃത്തിനോടെന്ന പോലെ എന്താ ചോദിക്കുന്നത്? ആ കവി തൻ്റെ ഹൃദയത്തോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഓക്കെ, അപ്പൊ അതാണ് നമ്മളുടെ പാഠഭാഗത്തിലുള്ള സന്ദർഭം എന്ന് പറയുന്നത്. ഇനി നമുക്ക് കവിതയുടെ അകത്ത് മുകളിൽ 2 വരി കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്നൊന്ന് നോക്കാം. നോക്കൂ. സുഖദുഃഖങ്ങളുടെ മറുമൊഴിയല്ലോ ഹൃദയതാളം, മരിക്കുവോളം മനുഷ്യനിൽ തുടിക്കുന്ന ജീവരാഗം. എന്താണ്? കേൾക്കാൻ നല്ല രസമുണ്ടല്ലേ? അപ്പോ സുഖദുഃഖങ്ങളുടെ മറുമൊഴിയല്ലോ ഹൃദയതാളം. എന്താണ്? മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്തുണ്ട്? സുഖമുണ്ട്, ദുഃഖങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഹൃദയതാളത്തെയാണ് നമ്മൾ സ്വാധീനിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും എന്തായിരിക്കും? സുഖം മാത്രമായിരിക്കും? അല്ല, ദുഃഖം ഉണ്ടായിരിക്കും, സുഖം ഉണ്ടായിരിക്കും. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്? ഹൃദയതാളത്തെയാണ് സ്വാധീനിക്കുന്നത്. പിന്നെ നോക്കൂ, മരിക്കുവോളം മനുഷ്യനിൽ തുടിക്കുന്നു ജീവരാഗം. അപ്പോൾ മരിക്കും വരെ തുടിക്കുന്നതാണ് ഹൃദയം അല്ലേ. നമുക്കൊക്കെ അറിയാം, മരിക്കുന്നത് വരെ നമ്മുടെ ഹൃദയം എന്തുകൊണ്ടിരിക്കും? തുടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഹൃദയത്തിന്റെ ആരോഗ്യമാണ് ജീവന്റെ ആധാരം. നോക്കൂ, മനുഷ്യനിൽ തുടിക്കുന്നു ജീവരാഗം അല്ലെ. അപ്പോൾ മരിക്കും വരെ നമ്മളുടെ ഹൃദയം ഇങ്ങനെ തുടിച്ചുകൊണ്ടൊക്കെ ഇരിക്കും. പക്ഷെ ഹൃദയത്തിന്റെ ആരോഗ്യമാണ് നമ്മളുടെ ജീവന്റെ ആധാരം എന്ന് വേണമെങ്കിൽ പറയാം എന്നാണ് ആ 2 വരി കൊണ്ട് എന്ത് ചെയ്യുന്നത്? കവി അർത്ഥമാക്കുന്നത്. നമുക്ക് കവിത ഒന്ന് വായിച്ചാലോ? ഒപ്പമിടിക്കുന്നത്. മടിച്ചു നിൽക്കയോ ഹൃദയമേ നിന്റെ, മിടിപ്പ് കൊണ്ടു നീ മടുത്തു പോകയോ. പറയൂ നീ നിന്റെ പഴയ മാതിരി തുടിപ്പും തുഷ്ടിയും മറന്നു പോകയോ. പറയുവാൻ അല്പം മടിയുണ്ടെങ്കിലും പറയേണ്ട കാലം അടുത്തുപോയി സർ. വളരെ നാളായി മിടിക്കുന്നു ഞാനീ പഴയ കൂട്ടിലെ ഇണക്കിളി പോലെ. തടിച്ച ദുഃഖങ്ങൾ തകർത്തു പെയ്ത നാൾ, തരുണ സൗഖ്യങ്ങൾ തടവി നിന്ന നാൾ, തുടിച്ചു ഞാനകം തൊടുത്തു വേണ്ടപ്പോൾ മിടിച്ചു പോന്നതും മറക്കരുത് സാർ. കഴിവ് പോലെ ഞാൻ തുടരുമെങ്കിലും വഴിയിലെപ്പോഴെന്നറിയുകയില്ല സാർ. ശരി ഹൃദയമേ നിനക്കു നന്ദി, മുന്നറിവ് തന്നതിൽ കൃതജ്ഞനാണു ഞാൻ. മിടുപ്പുകൾക്കിടയിൽ അന്ധകാലങ്ങൾ ചിലപ്പോഴൊക്കെ ഞാൻ ശ്രവിച്ചുവെങ്കിലും ശരിക്കു നീ ചെയ്തൊരുപകാരം മേലിൽ മറക്കുകയില്ലെനിക്കാരോ സുഹൃത്തു നീ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്? കവി തൻ്റെ ഉറ്റ സുഹൃത്തിനോട് എന്ന പോലെ ഹൃദയത്തോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? കവിത ആരംഭിക്കുന്നത് അല്ലേ. അപ്പോൾ കവിത ആരംഭിക്കുന്നതും അങ്ങനെയാണ്. അപ്പോൾ ഹൃദയം തിരിച്ച് മറുപടി നൽകുന്നതും അങ്ങനെ ഒരു സംവാദ രൂപത്തിലാണ് എന്ത് ചെയ്യുന്നത്? കവിത മുന്നോട്ട് പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഓരോ വരികളിലുള്ള ആശയം എന്താണെന്നുള്ളത് നോക്കാം. മടിച്ചു നിൽക്കയോ ഹൃദയമേ നിന്റെ, മിടിപ്പ് കൊണ്ടു നീ മടുത്തു പോകയോ. പറയൂ നീ നിന്റെ പഴയ മാതിരി തുടിപ്പും തുഷ്ടിയും മറന്നു പോകയോ. എന്താ പറയുന്നത്? നമ്മൾ പറഞ്ഞു, കവി തന്റെ ഹൃദയത്തോട് നേരിട്ടിട്ട് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. എന്തൊക്കെ ചോദ്യങ്ങളാ ചോദിച്ചത്? നീ എന്താണ് മടിച്ചു നിൽക്കുന്നത് അല്ലെ. എന്താണ് മടിച്ചു നിൽക്കുന്നത്? ഇത്രയും കാലം മടിച്ചു നിന്ന അല്ലെ, മിടിച്ചു നിന്ന നീ എന്താണ് മടുത്തു പോയോ? ഇത്രയും കാലം നീ എന്താണ് മിടിച്ചു നിൽക്കുന്നുണ്ട് അല്ലെ. അപ്പൊ നീ മടുത്തു പോയോ? നിനക്കെന്താ മടുത്തു പോയോ? നീ നിന്റെ പഴയ ചൈതന്യവും സന്തോഷവും ഒക്കെ നീ എന്താ മറന്നു നിൽക്കുകയാണോ അല്ലെ. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ എന്താണ് കവി ഹൃദയത്തോട് ചോദിക്കുകയാണ്. അപ്പോൾ എന്തായിരിക്കും ഇങ്ങനെ ചോദിക്കാനുണ്ടായ കാരണം? തൻ്റെ ഹൃദയത്തിന്റെ പ്രവർത്തനത്തില് എന്തോ ഒരു മന്ദത അല്ലെ, മന്ദത സംഭവിച്ചതായിട്ട് എന്താണ് കവിക്ക് തോന്നുകയാണ്. അതുകൊണ്ടാണല്ലോ കവി എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് അല്ലെ. പിന്നെയോ, അപ്പോ അടുത്തത് നോക്കൂ. അടുത്തത് എന്താണ്? ഇങ്ങനെ കവി ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചപ്പോ അതിന് മറുപടി ആയിട്ട് നൽകുന്നതാണ് അടുത്ത ഭാഗം. നോക്കൂ. കഴിവ് പോലെ ഞാൻ തുടരുമെങ്കിലും വഴിയിലെപ്പോഴെന്നറിയുകില്ല സർ. ശരി ഹൃദയമേ നിനക്കു നന്ദി, മുന്നറിവ് തന്നതിൽ കൃതജ്ഞനാണു ഞാൻ. എന്താ? അതിന് മറുപടി കൊടുക്കണം അല്ലേ. കവിയുടെ ഈ ഒരു ചോദ്യങ്ങൾക്ക് ഹൃദയം മറുപടി നൽകുകയാണ്. എന്തൊക്കെയാണ്? വളരെ ബഹുമാനത്തോടെയാണ് അല്ലേ. അങ്ങനെ വെറുതെ ഒന്നുമല്ല മറുപടി നൽകുന്നത്, വളരെ ബഹുമാനത്തോടു കൂടി സർ എന്നൊക്കെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? മറുപടി നൽകുന്നത്. എന്താ നൽകുന്നത്? അല്പം മടിയോടെ ആണെങ്കിലും ചില കാര്യങ്ങൾ
തുറന്നു പറയേണ്ട സമയം എന്താണ്, അതിക്രമിച്ചിരിക്കുന്നു എന്ന് ഹൃദയം വ്യക്തമാക്കുകയാണ്. അപ്പോൾ സമയം അടുത്തിട്ടുണ്ട് അല്ലെ, പറയാനുള്ള സമയമൊക്കെ അടുത്തിട്ടുണ്ട് എന്ന് പറയാണ്. താൻ ഈ ശരീരമാകുന്ന പഴയ കൂട്ടില് അടച്ചിട്ടൊരു ഇണക്കിളിയെ പോലെ വളരെ കാലമായിട്ട് എന്താണ് മിടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അത് കവിയെ ഓർമ്മപ്പെടുത്താണ് എന്ത് ചെയ്യുന്നത്, ഹൃദയം ചെയ്യുന്നത്. ഇപ്പൊ ഹൃദയത്തിന്റെ തുടർച്ചയായിട്ടുള്ള എന്താ പ്രവർത്തനത്തെയും അതുപോലെ തന്നെ അത് അനുഭവിക്കുന്ന ഏകാന്തതയുമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അല്ലെ. അപ്പോൾ അത്രയും സങ്കടത്തോട് കൂടിയിട്ട് പറയുന്ന കാര്യം പോലും ബഹുമാനത്തോട് കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഹൃദയം സംസാരിക്കുന്നത്. അപ്പോൾ കവിയെ ഇവിടെ എന്ത് ചെയ്യാണ്, ഒരു ഓർമ്മപ്പെടുത്തൽ നടത്തുകയാണ് അല്ലെ. അത് സമയമായിട്ടുണ്ട്, പറയാനുള്ള സമയമായിട്ടുണ്ട്. തൻ്റെ ഏകാന്തത അല്ലെ, തൻ്റെ ആ ഒരു ഏകാന്തത കവി എന്ത് ചെയ്യാണ്, പറഞ്ഞു കൊടുക്കുകയാണ് അല്ലെ, കവിയോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഓക്കെ, ഇത്രയും ഭാഗം മനസ്സിലായല്ലോ.